ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് ബാർകോഡിനെ ഡയറക്റ്റ്ലി പി സിയിലേക്ക് സെൻഡ് ചെയ്യുക എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാവുന്നതാണ്. രണ്ട് സോഫ്റ്റ്വെയർസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുള്ള ഒന്ന് നമ്മുടെ ഫോണിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, അതേപോലെ ഒന്ന് നമ്മുടെ ലാപ്ടോപ്പിലും ഇൻസ്റ്റാൾ ചെയ്യണം. രണ്ടും സെയിം നെറ്റ്വർക്കിലായിരിക്കണം. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതേപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു സർവറായിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ലാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാർകോഡ് ടു പി സി എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്നു ബാർകോഡ് ടു പി സി സർവർ. അപ്പോൾ ബാർകോഡ് ടു പി സി എന്ന് പറഞ്ഞ സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്: വിൻഡോസ്, ലിനക്സ് ആൻഡ് ആപ്പിൾ. അപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് exe ഫയൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഓൺലൈൻ ഇൻസ്റ്റാൾഡാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതായത് ഓൺലി 3 MB മാത്രമേ നമ്മൾ അറ്റ് എ ടൈം ഡൗൺലോഡ് ചെയ്യേണ്ടാവുള്ളൂ. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബാക്കി 42 MB 43 MB എടുത്ത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും വീണ്ടും. അപ്പോൾ അത് കുറച്ച് സ്ലോ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനാണ്. അത് ഡൗൺലോഡ് ഓഫ്ലൈൻ ഇൻസ്റ്റാളർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ആ ഒരു ഫുൾ പാക്കേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് 92 MB എടുത്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 32 ബിറ്റും അതേപോലെ 64 ബിറ്റും അതേപോലെ സെറ്റപ്പ് ഫയലും ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺലോഡ്സിലേക്ക് പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഫയൽ എന്ന് പറയുന്നത് ഈ ഒരു ഫയലായിരിക്കും. അതായത് ബാർകോഡ് ടു പി സി സർവർ ഓഫ്ലൈൻ ഫയൽ. ഇത് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ആ ഫോൾഡറിലേക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ 3 ഫയൽസ് മെയിൻലി കാണാം. അതായത് ഒന്ന് അതിൻ്റെ സെറ്റപ്പ് ഫയൽ 3 MB, അതേപോലെ 32 ബിറ്റിൻ്റെയും 64 ബിറ്റിൻ്റെയും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ ചെയ്തോളും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യണത് ഈ ഒരു 3 MB ഈ ഒരു ഫയലാണ്. അതിനൊരു ഐക്കൺ ഉണ്ട് ബാർകോഡിൻ്റെ സിമ്പിളായിട്ടുള്ള ബാർകോഡ് ടു പി സിയുടെ. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് 2-3 എസും അക്സെപ്റ്റ് അടിക്കേണ്ടി വരും. അപ്പോൾ അത് ഐ അഗ്രി. അപ്പോൾ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റാളേഷൻ തുടങ്ങുന്നതിൻ്റെ സെയിം സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈൽ ഫോണിലും നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുന്നു. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം നമ്മൾ ബാർകോഡ് ടു പി സി വൈഫൈ സ്കാനർ സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് വരുന്നതായിരിക്കും. ആ സെയിം സിമ്പിൾ കണ്ടത് തന്നെ നമുക്ക് റെഡ് കളർ സിമ്പിളാണ്. അത് അവിടെ വീണ്ടും നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പി സിയിലാണെങ്കിൽ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, അതേപോലെ ഫോണിലും ഇൻസ്റ്റാളേഷൻ കഴിയാറായി. ഓക്കെ, അപ്പോൾ രണ്ടിലും ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പി സിയിൽ ഫിനിഷ് അടിക്കുമ്പോൾ നിങ്ങൾക്കവിടെ കാണാം റൺ ബാർകോഡ് ടു പി സി സർവർ. അത് ഓൾറെഡി ടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫിനിഷ് അടിച്ചു ഇപ്പോൾ പി സിയിൽ. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി അത് തുറന്നു വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോണിൽ നമുക്ക് ഈ സെയിം സമയത്ത് തന്നെ ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെയിം നെറ്റ്വർക്കിലേക്കാണ് കണക്ട് ചെയ്തേക്കണം ഞാൻ എൻ്റെ ലാപ്പ്. അപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോണും അതേപോലെ ഈ സിസ്റ്റം തമ്മിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിട്ടുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ലാപ്പും അതേപോലെ തന്നെ ഫോണും സെയിം നെറ്റ്വർക്കിലേക്കാണ് കണക്ട് ചെയ്തേക്കണേ. അതുകൊണ്ടാണത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫോൺ കണക്ട് ചെയ്തേക്കുന്നത് AX എന്ന് പറഞ്ഞ വൈഫൈയിലേക്കാണ്. അതേപോലെ ലാപ്ടോപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണക്ട് ചെയ്തേക്കുന്നതും അതും AX എന്ന് പറഞ്ഞ വൈഫൈയിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആപ്പിൽ, നിങ്ങൾ മൊബൈൽ ഫോൺ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളൊന്ന് സ്കാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഡാറ്റ അതിൻ്റെ ISBN നമ്പറിൻ്റെ ഭാഗം എടുത്ത് നമ്മൾ അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അടിയിൽ ഒരു ക്യാമറയുടെ സിമ്പിളുണ്ട്. അപ്പോൾ ആ ക്യാമറയുടെ സിമ്പിൾ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ സ്കാനാണോ അതേപോലെ സിംഗിൾ സ്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ സിംഗിൾ സ്കാനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിംഗിൾ സ്കാൻ കൊടുക്കുന്നു. അപ്പോൾ സിംഗിൾ സ്കാൻ കൊടുക്കുമ്പോൾ ഈ സെഷന് നമുക്ക് വേണമെങ്കിൽ ഒരു പേര്, അപ്പോൾ സെഷൻ 1 എന്നാണ് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തു. ദെൻ വി നീഡ് ടു അലോ ദ ആൻഡ്രോയിഡ് ആപ്പ്. അതായത് നമുക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് അലോ ചെയ്യേണ്ടി വരും. അപ്പോൾ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാമറ തുറന്നു വരും. നമ്മുടെ ബാർകോഡുള്ള ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക.
അപ്പോൾ ആ നമ്പർ കറക്റ്റായിട്ട് അവിടെ ഫീഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിൻ്റെ നമ്പർ 007 ആണ് ലാസ്റ്റ് വന്നേക്കണേ. അപ്പോൾ അടുത്തൊരു ബുക്ക് ഞാൻ എടുത്തേക്കണത് 661 ആണ് ഏറ്റവും അവസാനം വരുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. 661 ആണ് എൻ്റെ ഏറ്റവും അവസാനം വന്നേക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ ക്യാമറ ബട്ടൺ അടിക്കുന്നു, അതേപോലെ വീണ്ടും സിംഗിൾ സ്കാൻ അടിക്കുന്നു. ഇവിടെ ബുക്ക് 661 ലാസ്റ്റ് വന്നിട്ടുണ്ട്. അതനുസരിച്ച് അവിടെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ സ്ക്രീനിൽ. ഇനിയിപ്പോൾ നമുക്ക് എവിടെയാണോ ഈ ഡാറ്റ വേണ്ടത്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് നോട്ട് പാഡിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുന്ന ഏത് സോഫ്റ്റ്വെയറിലാണ് നമുക്ക് ആവശ്യമുള്ളത് വെച്ചാൽ ഇപ്പോൾ നോട്ട് പാഡിലാണ് എനിക്ക് വേണ്ടത്, എവിടെയാണോ എൻ്റെ കേഴ്സറുള്ളത് അവിടെ ഡാറ്റ വരുന്നതായിരിക്കും. ഞാൻ വീണ്ടും സിംഗിൾ സ്കാൻ എടുത്തു, വീണ്ടും സിംഗിൾ സ്കാൻ കൊടുക്കുന്നു, വീണ്ടും ആ സെയിം ബുക്ക്. ഓക്കെ, 661 അവിടെ അവസാനം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സൽ ഫയൽ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സലിൽ ഓരോ കോളത്തിലേക്കാണ് നമുക്ക് കൊടുക്കേണ്ടതെങ്കിൽ നമ്മളിപ്പോൾ എക്സൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അവിടെയും ഇതേ സെയിം പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ആകെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് സെയിം നെറ്റ്വർക്ക് കണക്ടിവിറ്റിയിൽ ആയിരിക്കണം നമ്മളത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒറ്റൊരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സൽ ഫയൽ തുറന്നു. ഇപ്പോൾ ഈ ഒരു കോളത്തിലാണ് എനിക്ക് സ്കാൻ ചെയ്യേണ്ട ഫയൽ. അപ്പോൾ ഞാൻ ആ കറസ്പോണ്ടിങ് സെല്ല് സെലക്ട് ചെയ്തു. വീണ്ടും ഇതേപോലെ തന്നെ ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നു, സിംഗിൾ സ്കാൻ സെലക്ട് ചെയ്യുന്നു, വീണ്ടും നമ്മൾ കറസ്പോണ്ടിങ് ബുക്ക് വയ്ക്കുന്നു. 007 എന്നുള്ള ബുക്കാണ് ഞാനിവിടെ കൊടുത്തേക്കണേ. അപ്പോൾ ആ കറസ്പോണ്ടിങ് നമ്പറും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി കാണാൻ പറ്റും 007 ആ നമ്പറാണ് ഇവിടെ വന്നേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്കിത് എവിടെയാണോ നമ്മുടെ കേഴ്സർ വയ്ക്കുന്നത് ആ ഒരു പൊസിഷനിൽ ഓട്ടോമാറ്റിക്കലി ഇത് വരുന്നതായിരിക്കും. അതാണ് എൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷനിലും ഈ സെയിം ഡാറ്റ നമുക്ക് അറ്റ് എ ടൈമിൽ കാണാം. നമ്മുടെ മൊബൈൽ ഫോണിൽ കാണുന്ന അതേ സെയിം ഡാറ്റാസ്. അപ്പോൾ 5 സ്കാൻ ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് സ്കാനും കാര്യങ്ങളൊക്കെ വിവരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. Okay, see you all in my next video.